അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ മഹാനായ സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ളാഹി തങ്ങൾ അത്തി ദ്വീപിലും അമ്മിനി ദ്വീപിലൊക്കെ മഹാനവറുകൾ സന്ദർശിച്ചു. അവിടെ മസ്ജിദുകൾ സ്ഥാപിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. മഹാനായ കാസിം വലിയുള്ളാഹി തങ്ങൾ അമ്നി ദ്വീപിലേക്ക് പോയപ്പോൾ മഹാനവറുകൾ കൂടെ കൂട്ടിയത് അവിടുത്തെ പ്രഥമ ശിഷ്യനായിട്ടുള്ള അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ്. അങ്ങനെ അവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ആ മജ്ലിസിൽ മഹാനവറുകൾ ഇരുന്ന് മൗലീദ് ആരംഭിച്ച സമയത്ത് ആ മൗലീദിൻ്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മാനസികമായിട്ടുള്ള പരിവർത്തനങ്ങളും അതിൻ്റെ ബർക്കത്തും അതിൻ്റെ നിഅമത്തും അതിൻ്റെ റഹ്മത്തും ഒക്കെ ലഭിച്ച് അവർ മഹാൻ്റെ കാസിം വലിയുള്ളാഹി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി ഒരുപാട് ആളുകൾ മഹാനവറുകളുടെ മുരീദുമാരായി മാറി എന്നുള്ളതാണ് ചരിത്രം. അലാ ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഒരു ഭയവുമില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റി അവരെ പരിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലാണ്, ദീനീ പ്രബോധന പ്രവർത്തനത്തിലാണ് നിരന്തരമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മഹാനായ കാസിം വലിയുള്ളാഹി തങ്ങളുടെ പ്രവർത്തനം കണ്ട് ഒരുപാട് ആളുകൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടായി. മദ്യപാനത്തിലും വ്യഭിചാരത്തിലും അതുപോലുള്ള തിന്മകളിൽ ആണ്ടുപൂണ്ട് കടക്കുന്ന ജനതയെ പരിശുദ്ധീകരിച്ച് ഒരു പരിശുദ്ധമായ സമൂഹമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കാണ് മഹാനവറുകൾ വഹിച്ചത് എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മഹാനവറുകൾ പഠിപ്പിക്കുന്നൊരു പാഠം ആത്മീയത എന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ കാലം മുതൽ തന്നെ തുടങ്ങിയ ഈ തസവുഫിൻ്റെ ഈ മേഖലകൾ, അത് യഥാർത്ഥത്തിൽ അതിലേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അന്യായങ്ങൾ അതിലേക്ക് കയറി വരും. ആ അന്യായങ്ങളെ, വേണ്ടാധീനങ്ങൾ ഒഴിവാക്കി ഒരു ശുദ്ധമായ ഒരു സൽപാന്താവാണ് അള്ളാഹിൻ്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ച ആ സൽപാന്താവാണ് മഹാനവറുകൾ ജനങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത്. അതിലൂടെ നിസ്കാരത്തിൻ്റെയും ഇബാദത്തിൻ്റെയും രുചി വർദ്ധിക്കാനും ആ ആത്മീയമായിട്ടുള്ള അതിൽ അലിഞ്ഞു ചേരാനുമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിക്കാനുമുള്ള പാഠമാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ.